الحمد لله نحمده ونستعينه ونبكي ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله فان خير الحديث حديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة أيها الناس أوصيكم بعباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قالت إحداهما يا أبت استأجره إن خير من استأجرت القوي الأمين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അല്ലാഹുവിന്റെ നിയമവിധികൾ ജീവിതത്തിൽ ഉടനീളം സൂക്ഷിക്കണമെന്ന് എല്ലാവരും ഉണർത്തുകയാണ്. സാധാരണ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ പരസ്പരം സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഭൂരിപക്ഷം വരുന്ന നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങൾ പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. അവയൊക്കെ പേടിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണ നിയന്ത്രണം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളത് തിന്നാനും അതുപോലെ തന്നെ ആസ്വദിക്കാനുമല്ലേ ഈ രോഗമുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ടോ എന്ന് ചില സന്ദർഭങ്ങളിലും നമ്മൾ ചോദിക്കാം. അനുവദിക്കപ്പെട്ടതൊക്കെ എപ്പോഴും കഴിക്കണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അത് പലപ്പോഴും നമ്മുടെ ആവശ്യത്തിൽ അപ്പുറമായിരിക്കും ആ കഴിക്കലുകൾ. ആ കഴിക്കലുകളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി സാധാരണ നാം പറയുന്ന ചില വർത്തമാനങ്ങളാണ് ഇവയൊക്കെ തന്നെ. ആസ്വദിച്ച് പരമാവധി ആസ്വദിച്ച് ജീവിക്കുക, ആ ആസ്വാദനത്തിന് തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കുക. ആരോഗ്യപരമായ കാര്യങ്ങൾ പലപ്പോഴും ഇന്ന് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ഇന്ന് അഭിസംബോധന ചെയ്യുന്ന ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ആ രീതിയിലുള്ള കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാവും. അത് അതിൻ്റെതായ വഴിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോളും. നമുക്കത് കഴിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഭൂരിപക്ഷം മനുഷ്യരുടെ. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നാം ഉന്നയിക്കുന്ന സന്ദർഭത്തിൽ ആ ചോദ്യങ്ങൾ എത്രമാത്രം പ്രസക്തമാണ് നമ്മുടെ വിശ്വാസവുമായി ബന്ധിപ്പിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓരോ നമസ്കാരത്തിലും എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. എന്റെ നമസ്കാരം, അതുപോലെ തന്നെ ഇന്ന സ്വലാത്തി വനുസുക്കി, എന്റെ ബലികർമ്മങ്ങൾ, എന്റെ ജീവിതം, എന്റെ മരണം, ഇതൊക്കെ തന്നെ ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ്. ലാ ശരീക ലഹു, അവന് ഒരു തരത്തിലുള്ള പങ്കുകാരനില്ല. വബിദാലിക ഉമിർതു, അപ്രകാരം ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ നമസ്കാരവും ബലികർമ്മവും ജീവിതവും മരണവും ഒക്കെ തന്നെ അല്ലാഹുവിന് മുമ്പിൽ സമർപ്പിക്കുവാൻ നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നാം അവിടെ പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ പ്രഖ്യാപിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മുടെ ശരീരത്തിന് നാം നൽകേണ്ട പ്രാധാന്യം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ വളരെ കൃത്യമായി ജീവിച്ചാലാണ് നമുക്ക് ആരോഗ്യത്തോടുകൂടെ നിലകൊള്ളാൻ സാധിക്കുന്നത്, അതിന് വിപരീതമായിട്ടുള്ള നമ്മുടെ പ്രസ്താവനകൾ ഈ ആയത്തുമായി നാം താരതമ്യം ചെയ്യുമ്പോൾ, ഒരു കമ്പയറിംഗ് നടത്തുമ്പോൾ എത്രമാത്രം ശരിയാണ് എന്ന് നാം ആലോചിക്കേണ്ടത്. വളരെ കൃത്യമായ ഒരു വ്യവസ്ഥയോടുകൂടിയുള്ള വളരെ വിശാലമായ ഇസ്ലാമികമായ ആരോഗ്യ കാഴ്ചപ്പാട് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ശരീരം മാത്രമല്ല,
അവന്റെ മാനസികമായ അതുപോലെ തന്നെ ആത്മീയപരമായ ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മൂന്ന് തലങ്ങളെയും പരിഗണിക്കുന്ന രീതിയിലാണ് ഇസ്ലാം അതിന്റെ ആരോഗ്യപരമായ കാഴ്ചപ്പാടിൽ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് കീഴൊതുങ്ങുവാൻ സ്വമേധയാ പ്രഖ്യാപിക്കുന്ന നമ്മുടെ ഭക്ഷണങ്ങൾ, അന്നപാനീയങ്ങൾ, അതിന് വളരെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൊണ്ടാണ് നാം അവ ഉപയോഗിക്കേണ്ടത്. സത്യനിഷേധികളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, അവർ കന്നുകാലികൾ ഭക്ഷിക്കുന്നത് പോലെ, കന്നുകാലികൾ ഭുജിക്കുന്നത് പോലെ ഭക്ഷിക്കുകയും അതുപോലെ തന്നെ ആസ്വദിക്കുകയും ചെയ്യും. അതുപോലെ എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷണം ഏത് രീതിയിലായിരിക്കണം, എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, അതിന്റെ അളവുകൾ, അതൊക്കെ തന്നെ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയിലും നമുക്ക് കാണാൻ കഴിയും. ഓരോ സന്ദർഭത്തിലും നമുക്ക് നമ്മുടെ ആരോഗ്യപരമായ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താൻ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തോട് അതുപോലെ തന്നെ നമുക്ക് വളരെ കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ജീവിതത്തിൽ ആരാധനാകർമ്മങ്ങൾ കൊണ്ട് ജീവിതം തന്നെ പ്രയാസകരമാക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിന് ഒരു തരത്തിലുള്ള ബേർഡൻ ഉണ്ടാക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്ത ആളുകളോട് പ്രവാചകൻ പറഞ്ഞു, താങ്കൾക്ക് താങ്കളുടെ ശരീരത്തോട് ബാധ്യത, താങ്കളുടെ കണ്ണുകളോട് ബാധ്യത, താങ്കളുടെ ഇടയോട് ബാധ്യത. ആ ശരീരത്തോടുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹേച്ഛക്കനുസരിച്ച്, നമ്മുടെ വികാരങ്ങൾക്കനുസരിച്ച് വാരി വലിച്ച് തിന്നുകയില്ല, മറിച്ച് ആ ഭക്ഷണവും നാം കഴിക്കുന്ന ഭക്ഷണം വളരെ വളരെ സമീകൃതമായ പോഷക സമൃദ്ധമാകുന്നതോടൊപ്പം തന്നെ അത് കഴിക്കേണ്ട അളവും അതിന്റെ തോതും ഒക്കെ വൈദ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇസ്ലാമികമായ വിരുദ്ധമല്ലല്ലോ, അത് അനുശാസിക്കുന്ന രീതിയിൽ ആക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന തിരിച്ചറിവ് ആ രംഗത്ത് നമുക്കുണ്ടാവേണ്ടത്. അതോടൊപ്പം തന്നെ പലപ്പോഴും ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ പെരുമ കാണിക്കുവാൻ അല്ലെങ്കിൽ ദുരഭിമാനം പ്രകടിപ്പിക്കാനുള്ള ഒരു മേഖലയാണ്. നമ്മുടെ ജീവിതത്തെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിരുന്ന് സംഘടിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിവാഹാഘോഷം നടക്കുകയാണെങ്കിൽ അവിടെ ഭക്ഷണമായിരിക്കും പലപ്പോഴും നമ്മുടെ പൊങ്ങച്ച പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തു. ആ അനാവശ്യമായി വിവിധങ്ങളായ ഒരേ സമയത്ത് മനുഷ്യന് കഴിക്കാൻ പറ്റാത്ത വിഭവങ്ങൾ കൊണ്ട് നാം ആ ആഘോഷം ധന്യമാക്കാറുണ്ട്. അവിടെയൊന്നും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ എത്തിക്സുകൾ പലപ്പോഴും നാം കാത്തു സൂക്ഷിക്കാറില്ല. ഇവിടെയൊക്കെ തന്നെ വളരെ കൃത്യമായ നിർദ്ദേശം ഇസ്ലാമികമായി നമുക്ക് കാണാൻ കഴിയും. നാം നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായി, മാനസികമായി, ആത്മീയമായി ഒക്കെ തന്നെ അവന് പരിപോഷണം നൽകുന്ന, അവന് ഉന്നതി നൽകുന്ന എല്ലാ നിരക്കുള്ള ഒരു വെൽബീയിങ് ഉണ്ടാകത്തക്ക രീതിയിലാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. നമ്മൾ ആലോചിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങും, ഇശാ നമസ്കാരത്തിന് ശേഷം സംസാരിച്ചിരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വളരെ നേരത്തെ കിടന്നുറങ്ങാനുള്ള ആഹ്വാനം. എന്നാൽ ഒരു വിശ്വാസിയെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ സത്യവിശ്വാസികളുടെ ഗുണഗണങ്ങൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ എന്ന് പറഞ്ഞ ആയത്തുകൾ കാണാം. അവർ അവരുടെ കിടപ്പറകളിൽ നിന്ന് അവരുടെ ശരീരം ഉയർന്നു പോകും. അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് പ്രത്യേകമായ താല്പര്യത്തോടുകൂടി പ്രതിഫലിച്ചുകൂടി അവിടെ ഒരു വിശ്വാസി നേരത്തെ കിടക്കുകയും അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുകയും ചെയ്യും. ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് ഉതകുന്ന കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ അവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ ആവശ്യകതയും ആത്മീയമായ പരിപോഷണത്തിന്റെ ആവശ്യകതയും വിരൽ ചൂണ്ടുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. ഇതുപോലെ തന്നെ മറ്റു മേഖലകളെടുത്ത് പരിശോധിച്ചു, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഭൗതികമായ ഈ ശരീരം മാത്രമല്ല, ഈ ഭൗതിക ലോകത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ സത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവാണ്. ആ ആത്മാവിനെ വഹിക്കാനുള്ള ഒരു വാഹനം മാത്രമാണ് നമ്മുടെ ശരീരം. നാം മരണം ഏർപ്പെടുന്നതോടുകൂടി ഈ ശരീരം അത് ദ്രവിച്ചു പോകുന്നു അല്ലെങ്കിൽ നശിച്ചു പോകുന്നു. എന്നാൽ നമ്മുടെ ആത്മാവ് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അപ്പൊ നാം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് ഉൾക്കൊള്ളുന്നതാണ്. ആ ആത്മാവിനെ പരിപോഷിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാധനാകർമ്മങ്ങളും മറ്റുമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മറ്റുമാണ്. അതുകൊണ്ട് തന്നെ ശാരീരികമായ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു രീതിയല്ല നമുക്കുണ്ടാവേണ്ടത്. എന്നാൽ ആ ശരീരം ഏറ്റവും മനോഹരമായി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. ഖുർആൻ തന്നെ പറഞ്ഞു,
ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നേരായ, ഏറ്റവും ചൊവ്വായ, ഏറ്റവും മനോഹരമായ ഘടനയോടുകൂടിയാണ് നാം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ശരീരം, ആത്മാവ് ഉൾക്കൊള്ളുന്ന നമ്മുടെ ആ ശരീരത്തെ ഏറ്റവും നല്ല മികച്ച രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യത. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസിയെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഏറ്റവും നല്ല വിശ്വാസി എന്ന് പറഞ്ഞാൽ അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബ ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ വഈദ്. നല്ല ആരോഗ്യ ദൃഢഗാത്രനായ വിശ്വാസിയാണ് അല്ലാഹുവിനെ ദുർബലനായ വിശ്വാസിയേക്കാൾ കൂടുതൽ ഇഷ്ടവും അതോടൊപ്പം തന്നെ ഏറ്റവും ഉത്തമമായവൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫീ കുല്ലിൻ ഖൈർ, എല്ലാ കാര്യങ്ങളിലും നന്മയുണ്ട്. ഇഹ്രിസ് അലാ മാ യൻഫഅ, നിനക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നീ അങ്ങേയറ്റം താല്പര്യം കാണിക്കുക. വലാ തഅജസ്, നീ ഒരിക്കലും അശക്തനാകരുത്. ആരോഗ്യദൃഢഗാത്രമല്ലാതെ അല്ലെങ്കിൽ ശാരീരികമായി ക്ഷയിച്ച് മാനസികമായി തകർന്ന അങ്ങനത്തെ അശക്തി പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം നീ ആകരുത് എന്ന് വിശ്വാസിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നിലപാട്, ഞാൻ ഇങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് വീണ്ടും പ്രവാചകൻ തുടരുന്നു. നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം ബാധിച്ചാൽ നീ ഒരിക്കലും പറയരുത് ലൗ അന്നി ഫഅൽതു കദാ കാന കദാ കദാ, ഞാൻ ഇപ്രകാരം ചെയ്തിരുന്നെങ്കിൽ ഇന്നമായി ആകുമായിരുന്നല്ലോ. ചെയ്തു കഴിഞ്ഞിട്ട് അത് പറയുന്നത് ഒരു അർത്ഥവുമില്ല. അത് അവിടെ ഒരു അശക്തിയാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വലാകിൻ ഖുൽ, പക്ഷേ നീ പറയുക ഖദ്ദറല്ലാഹു വമാ ശാ അല്ലാഹു ഫഅല, അല്ലാഹു എന്താണോ തീരുമാനിച്ചത് അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഫഇന്ന ലൗ തഫ്തഹു അമൽ ശൈത്താൻ, പിശാച് ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയാൽ, അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമുള്ള ഒരു വിശ്വാസി, എല്ലാവരും മാനസികമായും ശാരീരികമായും ആത്മീയപരമായും ആരോഗ്യമുള്ള ഒരു വിശ്വാസിയാണ് ദുർബലരായ വ്യക്തികളെക്കാൾ കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ആരോഗ്യം അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് സംരക്ഷിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എനിക്കിഷ്ടമുള്ളതുപോലെ എൻ്റെ തൃപ്തിക്കനുസരിച്ച് ഞാൻ കഴിക്കാം, ഇതൊക്കെയല്ലേ ജീവിതത്തിലുള്ളൂ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അത്തരത്തിൽ നമുക്ക് അനുവാദമില്ല എന്ന തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. വളരെ കൃത്യമായി നമ്മുടെ ഈ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ രീതിയിലായിരിക്കണം നമ്മുടെ അന്നപാനീയങ്ങൾ നാം ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ ഒരിക്കലും ആരോഗ്യത്തിന് ഹാനികരമുണ്ടാക്കില്ല. ഏത് രീതിയിലും ആസ്വാദനം മാത്രം, ശരീരത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക അല്ലെങ്കിൽ വൈകാരികമായ നമ്മുടെ കാര്യങ്ങൾ മാത്രം സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പലപ്പോഴും ആരോഗ്യത്തിന് ഹാനികരമാകുന്ന പല കാര്യങ്ങളും നമുക്ക് കഴിക്കേണ്ടി വരും. അവിടെ നമുക്ക് നമ്മെ നിയന്ത്രിക്കുവാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന് അനുസൃതമായ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. രോഗം വന്നാൽ ചികിത്സിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. തദാവു, നിങ്ങൾ ചികിത്സിക്കുക. ലികുല്ലി ദാഇൻ ദവാഉ, എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും ശിഫയുണ്ട്. ആ ശിഫക്ക് ഉതകുന്ന രീതിയിൽ നിങ്ങൾ ചികിത്സ നടപ്പാക്കുക. പലപ്പോഴും നമ്മുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ ചില ആളുകളെങ്കിലും ശരഈയായ ചികിത്സകൾ അല്ലെങ്കിൽ പ്രവാചകന്റെ വൈദ്യങ്ങൾ എന്ന് പറയുന്ന ബുക്കുകളൊക്കെ നമുക്ക് ലഭിക്കും. പ്രവാചകൻ ഒരു വൈദ്യശാസ്ത്രജ്ഞനായ അല്ലെങ്കിൽ ഒരു ഡോക്ടറായി ഉപയോഗിക്കപ്പെട്ട ആളല്ല. അങ്ങനെ ഇസ്ലാമിൽ ഒരു പ്രത്യേക തരത്തിലുള്ള തിബുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ചില പ്രത്യേക ഔഷധ ഗുണമുള്ള പ്രകൃതിയിലുള്ള ചില വസ്തുക്കളുണ്ട്, നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ പ്രവാചകന്റെ വൈദ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൈദ്യമില്ല എന്ന് തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. പലപ്പോഴും നമ്മുടെ ആളുകളെ ചില പുരോഹിതന്മാർ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇങ്ങനെയുള്ള ചില കൃതികൾ സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ ചില പ്രത്യേക ദിക്റുകളും ദുആകളും ചില രോഗങ്ങൾക്ക് ശമനമായി പറയുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രാർത്ഥനകളുണ്ട്. നമുക്ക് രോഗമായാൽ അല്ലാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, അത് ശമിക്കുവാൻ വേണ്ടി. അതോടൊപ്പം തന്നെ നാം ചികിത്സിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ചില ആളുകളെങ്കിലും ഇത് അള്ളാഹു നൽകിയതാണല്ലോ, ഞാൻ ചികിത്സിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുകയും വിധി അങ്ങനെയാണ് എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അതും ഇസ്ലാം നിരോധിക്കുന്ന കാര്യമാണ്. വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ചികിത്സയുടെ ആവശ്യങ്ങൾ. അതുകൊണ്ട് ഇത്തരം മേഖലകൾ വളരെ കൃത്യമായി നാം പഠനം നടത്തുന്നു. ആധുനിക പഠനങ്ങൾ പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 150 വർഷത്തിലധികം ജീവിക്കുവാൻ മനുഷ്യന് സാധിക്കുന്ന പുതിയ കാലഘട്ടം. ലോകാടിസ്ഥാനത്തിൽ തന്നെ എടുത്തു പരിശോധിച്ചാൽ
2024 ഒരു കണക്കനുസരിച്ച് 7,22,000-ത്തിലധികം ആളുകൾ 100 വയസ്സിനപ്പുറം ജീവിക്കുന്ന ഈ ലോകത്തുണ്ട് എന്നാണ്. പ്രത്യേകിച്ച് കൂടുതൽ ആളുകൾ ജീവിക്കുന്നത് ജപ്പാനിലെ ഒരു പ്രത്യേക പ്രദേശത്ത്. അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷണ രീതി ഇക്കിഗായി എന്ന് പറഞ്ഞ ലോക പ്രശസ്തമായ ഒരു പുസ്തകം തന്നെയുണ്ട്. ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ ഭക്ഷണ രീതികളും അവരുടെ ജീവിത ശൈലികളും വിവരിക്കുന്നതാണ് ആ പുസ്തകം. അവിടെ ഏറ്റവും കൂടുതൽ ആ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നത് മനുഷ്യർക്ക് സമാധാനപരമായ സ്വസ്ഥതയോടുകൂടി ശാന്തിയോടുകൂടിയുള്ള ഇടങ്ങൾ അവർ പ്രത്യേകം ഉണ്ടാക്കി പരസ്പര വിദ്വേഷമില്ലാതെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ആയുസ് കൂടുതൽ ലഭിക്കുന്നത്. നമ്മൾ ആലോചിച്ചു 150 വർഷം വരെ ജീവിക്കാൻ ഉതകുന്ന തരത്തിലാണ് നമ്മുടെ ശരീരത്തിന്റെ സൃഷ്ടിയെങ്കിലും 60 വയസ്സിൽ അല്ലെങ്കിൽ 70 വയസ്സിൽ 80 വയസ്സിൽ അറ്റാക്ക് വന്ന് നമ്മൾ മരണപ്പെട്ടു. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? അല്ലെങ്കിൽ നമ്മൾ പുതിയ പേരുകൾ നൽകുന്ന ചില രോഗങ്ങൾ നമുക്ക് പിടിപെടുന്നു. പലതരത്തിലുള്ള ശാരീരികമായ അസ്വസ്ഥതകൾ നമുക്കുണ്ടാകുന്നു. ഇവിടെ ഇതൊക്കെ ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മുടേതായ ചില പ്രവർത്തനങ്ങൾ മൂലമാണ്. വളരെ കൃത്യമായി ഈ ഇസ്ലാം അനുശാസിക്കുന്ന അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പറയുന്ന രീതിയിലുള്ള ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് അവർക്ക് മുക്തി ഉണ്ടാകും എന്നുള്ളതാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ നടന്ന ചില പഠനങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ ജൈവികമായ രൂപഭാവങ്ങൾക്കപ്പുറം അവന് ആയുസ് നൽകുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട് എന്നാണ്. അത് അവരുടെ മാനസികമായ അതോടൊപ്പം തന്നെ ശാരീരികമായ വെൽബീങ് ആണ്. നമ്മൾ ആലോചിച്ചു നമ്മുടെ ശരീരത്തിന് ബാധിക്കുന്ന പല കാര്യങ്ങളും മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ മനസ്സിലുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. ഒരാൾ ശാരീരികമായ ഏതെങ്കിലും തരത്തിൽ രോഗങ്ങൾ ഉണ്ടായാൽ മാനസികമായി അയാളുടെ പ്രകടനങ്ങളിൽ അത് വളരെ കൃത്യമായി കാണും. അയാൾക്ക് ഉറക്കക്കുറവുണ്ടാകുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങളും അതുമൂലം ഉണ്ടാകുന്നു. തിരിച്ചാണ് ഒരാൾക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ, വിഷമങ്ങൾ, നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള സ്ട്രെസ്സുകൾ, അങ്ങനെയുള്ള പല സമ്മർദ്ദങ്ങളും ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു. അത് ചിലപ്പോൾ തലവേദനയാകാം, അല്ലെങ്കിൽ അൾസറാകാം, അങ്ങനെ പലതരത്തിലും അത് സംഭവിക്കണം. ശരീരത്തിന്റെ പല ഭാഗങ്ങൾക്കുള്ള വേദനകൾ പലപ്പോഴും കൃത്യമായ അന്വേഷണങ്ങൾ നടത്തുന്ന ആ സന്ദർഭത്തിൽ ഒന്നും തന്നെ കാണാൻ കഴിയുകയില്ല. സൈക്കോ ആയ ചില അസുഖങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നു. അവിടെ വളരെ കൃത്യമായി അത് തിരിച്ചറിഞ്ഞാണ് ഡോക്ടേഴ്സ് നമ്മെ ചികിത്സിക്കുന്നത്. ചില സന്ദർഭത്തിൽ ഡോക്ടേഴ്സിന്റെ അടുക്കൽ ചെന്നാൽ പ്ലാസിബോ ഇഫക്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഔഷധ ഗുണമൊന്നും ഇല്ലാത്ത ഗുളികകളായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ അത് ഔഷധ ഗുണമുണ്ട് എന്ന് വിചാരിച്ച് കഴിക്കുന്നു, നമ്മുടെ അസുഖം മാറും. യഥാർത്ഥത്തിൽ നമുക്കുള്ളത് മാനസികമായ ചില അസ്വസ്ഥതകളാണ്. അത് അവർ തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ പോലും വളരെയധികം സമ്മർദ്ദങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിനൊക്കെ അതീതമായ വളരെ സുരക്ഷിതമായ ഒരു ജീവിതം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോഴാണ് എല്ലാ നിലക്കുമുള്ള ഒരു സുസ്ഥിതി നമുക്കുണ്ടാകുന്നത്. ഈ ലോകം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇങ്ങനെ മരണപ്പെട്ട് അല്ലെങ്കിൽ സാധാരണ നാം സൂചിപ്പിക്കുന്നത് പോലെ ജീവിക്കുന്നു, പക്ഷേ ഒരു ശവമായി അങ്ങനത്തെ ഒരു ജീവിതമല്ല. മറിച്ച് വളരെ സുന്ദരമായ ആരോഗ്യത്തോടുകൂടി എവിടെയും എത്തിപ്പെടാൻ, അതുപോലെ തന്നെ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുവാനും ഒതുങ്ങുന്ന നല്ല ഉന്മേഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു വിശ്വാസിയാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ ആലോചിച്ചു നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് അത് വളരെ കൃത്യമാക്കുന്നതിലും ഇസ്ലാം വളരെ അധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. നമസ്കാരം, നോമ്പ്, അതുപോലെയുള്ള ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൽപ്പന വരുന്നതിന് മുമ്പാണ് ഇസ്ലാം വായനയെ കുറിച്ച് പറയുന്നത്. വായന എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം അതിന് വികാസം ഉണ്ടാക്കുന്ന നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ അത് കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള ഒരു വെൽബീയിങ്, ഒരു നല്ല സുസ്ഥിതി എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയുന്നത്. ഇനി നാം നോക്കും, ഇസ്ലാം ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അറിയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണല്ലോ വൃത്തി എന്നുള്ളത്. വൃത്തിയെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചത്. ശുദ്ധി എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര പ്രാധാന്യം നൽകുന്ന ഈ കാര്യത്തിന് പലപ്പോഴും അത്ര പ്രാധാന്യം അവർ നൽകാറില്ല എന്നുള്ളതാണ്. വൃത്തിയായി ആക്കുക, അത് നമ്മുടെ വേഷവിധാനങ്ങളാകട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ വൃത്തിയാക്കുന്നതാകട്ടെ, അതൊക്കെ വളരെ കൃത്യമായ ലോകത്ത് ഒരു മതത്തിലും കാണാത്തത്ര നിർദ്ദേശങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. നമ്മൾ ആലോചിച്ചു,
കുട്ടിക്കാലഘട്ടത്തിൽ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നാം കേൾക്കുന്ന പദങ്ങളാണ് തൊഹൂർ, ത്വാഹിർ, മുത്തത്തഹിർ എന്നൊക്കെ മദർസയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു. ഇതൊക്കെ വെള്ളവുമായി ബന്ധപ്പെട്ട ശുദ്ധിയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. മറ്റേതെങ്കിലും മതങ്ങളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിദ്ധാന്തങ്ങളിൽ ഇത്തരത്തിൽ വൃത്തിയെ കുറിച്ച് കുട്ടിക്കാലഘട്ടത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഇതിന് പ്രാധാന്യം ഉണ്ടായിട്ടും നമ്മുടെ ആളുകൾ എത്രമാത്രം അതിന് പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനെ പരിപോഷണം നൽകുന്ന നേരത്തെ നാം സൂചിപ്പിച്ചു നമസ്കാരം അതുപോലെയുള്ള ആരാധനാക്രമം, അതിലും നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇതോടൊപ്പം തന്നെ ഇനി നമ്മൾ ആലോചിച്ചു, നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, തുമ്മുക സാധാരണ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള പുറത്തുനിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മൂക്കിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിലാണ് തുമ്മൽ വരുന്നത്. അവിടെ നാം പാലിക്കേണ്ട ചില മര്യാദകളെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മെ പഠിപ്പിച്ചു. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ തുമ്മുകയാണെങ്കിൽ നിങ്ങളുടെ കൈകൾ കൊണ്ട് അല്ലെങ്കിൽ തുണി കൊണ്ട് നിങ്ങളുടെ മൂക്ക് കുത്തിപ്പിടിക്കുക, ശബ്ദമില്ലാതെ അത് നിർവഹിക്കുവാൻ ശ്രമിക്കുക എന്ന്. ഒരിക്കൽ പ്രവാചക സന്നിധിയിൽ വെച്ച് ഒരാൾ തുമ്പി, അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളും ചെയ്തില്ല എന്നപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് പ്രത്യേകം പറയുകയുണ്ടായി, തുമ്മുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് മൂക്ക് പൊത്തുക. നമ്മൾ ആലോചിച്ചു, കോവിഡ് കാലഘട്ടത്തിൽ നമ്മളൊക്കെ തന്നെ മാസ്ക് ഇട്ടതാണ്. എന്തിനായിരുന്നു അത്? തുമ്മൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് രോഗപരമായ ഏതെങ്കിലും ഒരു വസ്തു പോകരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ കൂട്ടുവാഴുന്ന സന്ദർഭത്തിൽ അവിടെ വളരെ കൃത്യമായ നിർദ്ദേശം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ കൂട്ടുവാഴുന്ന സന്ദർഭത്തിൽ കൂട്ടുവാഴുന്ന സന്ദർഭത്തിൽ നിന്റെ കരങ്ങൾ നീ വായ മേലെ വെക്കുക, അതിൽ ശബ്ദമുണ്ടാക്കി മറ്റുള്ളവർക്ക് അരോചകമുണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും നിർവഹിക്കരുത് എന്ന് പ്രവാചകൻ പറയുകയാണ്. ഇവിടെ ഇതേ രീതിയിൽ തന്നെ രോഗാണുക്കൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഒരാൾ കൊണ്ടുപോയാൽ തൊട്ടടുത്തിരുന്ന ആള് അറിയാതെ അത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൈകൾ വായിന്മേൽ വെക്കുക. കൂട്ടുവാഴുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കില്ല. ഇത് വളരെ ചെറിയ നിസ്സാരമായ ഒരു കാര്യമായി നമുക്ക് തോന്നാം, എന്നാൽ വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് ഇസ്ലാം ഇതിനൊക്കെ തന്നെ നമുക്ക് പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ ആലോചിച്ചു, പകർച്ചവ്യാധി, ഇസ്ലാമിന്റെ ഒരു സമീപനം ആലോചിച്ചു. ഒരു പ്രദേശത്ത് പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ മറ്റൊരു പ്രദേശത്തേക്ക് പോകരുത് എന്ന കൃത്യമായ നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രദേശത്ത് പകർച്ചവ്യാധി ഉണ്ട് എന്നറിഞ്ഞാൽ മറ്റ് ഒരു പ്രദേശത്ത് നിന്ന് ഏതെങ്കിലും ഒരാൾ അവിടേക്ക് ചെല്ലരുത് എന്നുള്ള നിർദ്ദേശം നമുക്ക് കാണാൻ കഴിയും. രോഗം വരാതിരിക്കാൻ, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രാധാന്യം നമുക്കറിയാം പ്രതിരോധമാണ്. ആ പ്രതിരോധ ചിന്തകൾ വളരെ കൃത്യമായി നമ്മെ ഇതിലൂടെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അത് ഈ ജീവിതത്തിൽ പുലർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഭക്ഷണപാനീയം, അതിനെക്കുറിച്ച് ചിന്തിച്ചു. രോഗം വരുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭക്ഷണമാണ്. ആ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ കൃത്യമായ നിർദ്ദേശം ഉണ്ടായി, നിങ്ങൾ തിന്നുക കുടിക്കുക, പക്ഷെ ഒരിക്കലും ഇസ്രാഫ് പാടില്ല. ഒരു പരിധിയുണ്ട്. നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യമുണ്ട്, അതിനപ്പുറമുള്ളതാണ് ഇസ്രാഫ്. ഏത് കാര്യത്തിലായാലും മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഉദു എടുക്കുന്ന സന്ദർഭത്തിൽ, പുഴവക്കത്തിൽ ഇരുന്ന് ഉദു എടുക്കുന്ന സന്ദർഭത്തിൽ, വെള്ളം അമിതമായി ചെലവഴിക്കുന്ന സന്ദർഭത്തിൽ ഈ മിതമായി വെള്ളം ചെലവഴിക്കുക, ആ ഇസ്രാഫ് പാടില്ല. ആ വ്യക്തി ചോദിച്ചു, ഈ പുഴവക്കത്ത് ഇത്രയും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ഇസ്രാഫ് എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ അത് പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, പുഴവക്കത്താണെങ്കിലും ഈ ഇസ്രാഫ് കാണിക്കുന്നത് ആവശ്യത്തിനാണ് അത് നിർവഹിക്കുന്നത്. വസ്തുക്കൾ, വിഭവങ്ങൾ എമ്പാടുമുണ്ട്. അതുകൊണ്ട് എനിക്കത്രയും കഴിക്കാം, എനിക്കത്രയും ആസ്വദിക്കാം എന്നതല്ല, നമ്മുടെ ആവശ്യം എത്രയാണോ അത് ഇതിനു വേണ്ടി ഉപയോഗിക്കുക. അതിനപ്പുറമുള്ളത് ഇസ്രാഫായി കാണും. ആ ഇസ്രാഫിനെ കുറിച്ച് പറഞ്ഞു, ഇങ്ങനെ ഇസ്രാഫ് നടത്തുന്നതിനെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ചിട്ടകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി ഭക്ഷണപാനീയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന എല്ലാ തരത്തിലുള്ള ഭക്ഷണവും ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിലൂടെ നമുക്കത് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കുന്ന സന്ദർഭത്തിൽ, നമ്മൾ ഈ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾ നമ്മൾ പാലിക്കാറുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, ആഹരിച്ച മാംസത്തിന്റെ ഗന്ധവും മെഴുപ്പും കൊഴുപ്പും തീർത്തും കയ്യിൽ നിന്നും വായിൽ നിന്നും പോകാതെ രാത്രി കിടന്നുറങ്ങരുത് എന്നാണ്. നമ്മൾ ആലോചിച്ചു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കൊഴുപ്പ് അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും തരത്തിന്റെ മണം
അതൊന്നും നമ്മുടെ കയ്യിലോ വായിലോ അവശേഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന രീതിയിൽ വളരെ പ്രാധാന്യപൂർവ്വം നാം പഠിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് കേവലം ഞാൻ എനിക്ക് യഥേഷ്ടം കഴിക്കാം, ഇവിടെ ജീവിക്കുമ്പോൾ ഇതൊക്കെ കഴിക്കാതെ എന്ത് ജീവിതം എന്ന് ചിന്തിക്കേണ്ടതില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിലുള്ള വിഭവങ്ങളാണ് ഇസ്ലാം നമുക്ക് അനുവദനീയമാക്കുന്നത്. ഏതായാലും മരിക്കും. ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആളുകൾ മരിക്കുന്നില്ല, അവർക്കൊക്കെ രോഗം വരുന്നില്ല. പിന്നെ നമ്മളായിട്ട് ശ്രദ്ധിച്ചിട്ട് എന്ത് കാര്യം എന്നല്ല നമ്മുടെ ചിന്ത ഉണ്ടാകുന്നത്. മറിച്ച് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാം എന്ന് നാം അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിജ്ഞ എടുക്കണം. ആ പ്രതിജ്ഞ പാലിക്കത്തക്ക രീതിയിലായിരിക്കണം നമ്മുടെ ആരോഗ്യപരമായ ജീവിതം. അതോടൊപ്പം തന്നെ പലപ്പോഴും ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ വ്യായാമം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചടഞ്ഞിരുന്ന് പ്രത്യേകമായ കാര്യങ്ങളിൽ ഏർപ്പെടാതെ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുട്ടികളെ അമ്പെയ്ത്ത് പഠിപ്പിക്കേണ്ടത്, അതുപോലെ തന്നെ നീന്തൽ പഠിപ്പിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് അദ്ദേഹത്തിന്റെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നത്, അങ്ങനെ പഠിപ്പിക്കുവാൻ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കായികമായി നമ്മുടെ ശരീരത്തിന് ചലനമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നാം ഏർപ്പെടേണ്ടതുണ്ട്. അതൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരോഗ്യ കാഴ്ചപ്പാടിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എല്ലാ നിലക്കുമുള്ള ഇങ്ങനെയുള്ള ആരോഗ്യപരമായ ചുറ്റുപാടുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമവിധികൾ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും പോകുന്നു. ജനുവരി 15 പാലിയേറ്റീവ് ദിനമായി ആചരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. നാം നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ വളരെ ശ്രദ്ധയോടും ചിട്ടയോടും ജീവിച്ചാൽ തന്നെ പക്ഷേ രോഗങ്ങൾ നമുക്ക് പിടിപെടും. രോഗം എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് രോഗമുണ്ടാക്കുന്നത് അത് ഓരോ മനുഷ്യരുടെയും പ്രവർത്തനം മൂലം തന്നെയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, വഇദാ മരിദതു വഹുവ യശ്ഫി, ഞാൻ രോഗിയായാൽ അവൻ എന്നെ ശമിപ്പിക്കും. അപ്പൊ രോഗം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞ രീതിയിൽ ക്രമരഹിതമായി, അല്ലെങ്കിൽ ഈ പ്രകൃതിയും അതുപോലെ തന്നെ നമ്മുടെ മതവും അനുശാസിക്കാത്ത രീതിയിൽ ഭക്ഷണ മറ്റും കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ നമ്മളിൽ വന്നു ചേരുന്നതാണ്. അവിടെ അങ്ങനെ രോഗമുണ്ടായാൽ സ്വാഭാവികമായും പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നാം സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട ആളുകളുണ്ട്. അവിടെയും നമുക്ക് ചില ബാധ്യതകൾ. സമൂഹത്തിൽ അങ്ങനെ രോഗികളായി കഴിയുന്ന ആളുകളുടെ പരിചരണം, അവരുടെ സംരക്ഷണം എന്നുള്ളത് മറ്റു രോഗങ്ങളില്ലാത്ത ആളുകളുടെ ബാധ്യതയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു വ്യക്തി നാളെ പാരത്രിക ലോകത്തിൽ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയാണ്. അപ്പോൾ അള്ളാഹു പറയും, ഞാൻ രോഗിയായി നീ എന്നെ സന്ദർശിച്ചില്ല. ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറയും, ലോകരക്ഷിതാവായ അള്ളാഹുവേ, നീ എങ്ങനെയാണ് രോഗിയാകുമോ, ഞാൻ എങ്ങനെയാണ് നിന്നെ സംരക്ഷിക്കുമോ? അള്ളാഹു പറയുന്നു, എന്റെ ഇന്നദാസൻ ഇന്ന സ്ഥലത്തിൽ രോഗിയായി നീ അവനെ സന്ദർശിച്ചില്ല. നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ എന്നെ നിനക്ക് ദർശിക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ രോഗിയായ ഒരാൾക്ക് വേണ്ട പരിചരണവും സംരക്ഷണവും സന്ദർശനവും വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത്. മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഇതിന് ബാധ്യതയുള്ള ആളുകൾ ഇതരരായ ആളുകളല്ല. നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരുപാട് പാലിയേറ്റീവ് സെന്ററുകൾ പല പേരുകളിൽ അറിയപ്പെടുന്നു. അവിടെയൊക്കെ തന്നെ രോഗികളെ സംരക്ഷിക്കുക, കിടപ്പിലായ ആളുകൾ, അവരുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചു. 4 ചുവരുകൾക്കിടയിലാണ് എല്ലാ കാലഘട്ടത്തിലും 10, 12, 15 വർഷങ്ങളായി അങ്ങനെ കിടക്കുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ വീഴ്ചകൾ സംഭവിക്കുന്നതോടുകൂടി മുട്ടിന് താഴെ മരവിച്ചതായി അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ അനക്കാൻ പറ്റാതെയായി ഇങ്ങനെ കിടന്ന് നിരകിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വളരെ പ്രയാസകരമാണ്. അവിടെ നമ്മുടെ സാന്നിധ്യം അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാണ്. അതോടൊപ്പം തന്നെ ശാരീരികമായി അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു അത്തരത്തിലുള്ള ഒരു രോഗിയായ ഒരു വ്യക്തി
വളരെ ദീർഘകാലമായി കിടക്കുന്ന അതിന് പരിചരണത്തിന് വേണ്ടി മറ്റൊരു വ്യക്തി നിൽക്കുന്നുണ്ടാവും. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ചില സന്ദർഭത്തിൽ നമ്മളൊക്കെ തന്നെ വീടുകളിൽ കല്യാണമോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ സന്ദർശിക്കുന്നത്, 4 ആളെ കാണുന്നത്, നമ്മുടെ ബന്ധുക്കളെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എത്രമാത്രം സന്തോഷകരമാണ്. പക്ഷേ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു രോഗി ഉണ്ടെങ്കിൽ അവിടെ അവരെ പരിചരിക്കാൻ നിൽക്കുന്ന വ്യക്തിക്ക് മറ്റൊരിടത്തേക്കും പോകാൻ കഴിയില്ല. ചില സന്ദർഭത്തിൽ നമുക്ക് അങ്ങനെ വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ അവിടെ നമ്മുടെ സാന്നിധ്യം ഉണ്ടായി ഇവരെ അത്തരം ആവശ്യങ്ങൾക്ക് നമുക്ക് പറഞ്ഞേക്കാം. എന്തുമാത്രം ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മേഖലകളിൽ നമ്മുടെ ശ്രദ്ധയും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനവും ഉണ്ടാവേണ്ടതുണ്ട്. അത് എന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല എന്നല്ല നാം ചിന്തിക്കേണ്ടത്. അവിടെ നമ്മുടെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന് നേരത്തെ നാം ചിന്തിച്ച ഹദീസിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. നമ്മൾ ആലോചിച്ചു നോക്കൂ, പൂജ്യത്തെ കുറിച്ച് ഇന്ത്യക്കാരുടെ ഒരു കണ്ടുപിടുത്തമായി പറയാറ്, ഒറ്റക്ക് നിന്നാൽ പൂജ്യം, അത് വെറും വട്ടപൂജ്യമാണ്, ഒന്നുമല്ല. എന്നാൽ ഒന്ന് ഇപ്പുറത്തിട്ടൊന്നോടുകൂടി പൂജ്യത്തിന് വിലയുണ്ടാകും. സമൂഹത്തിൽ ഇങ്ങനെ നിരാലംബരായി മറ്റാരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ചെന്ന് നമ്മുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്ന ആ വ്യക്തിക്ക് വിലയുണ്ടാകുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ വിലയുണ്ടാകുകയാണ്. ഒരു പൂജ്യം ഇപ്പുറത്തിട്ടു, രണ്ടാമത് ഇട്ടാൽ ഒന്നിന്റെ വില കൂടി വന്നുകൊണ്ടിരിക്കും. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ വിലയും കൂടുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ഇത്തരത്തിൽ ഇടപെടലുകൾ നടത്തുന്ന ആളുകളാകുവാൻ നമുക്ക് കഴിയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകളുമായി ഇടപഴകുന്ന വിശ്വാസികളെയാണ് അല്ലാഹുവിന് കൂടുതൽ ഇഷ്ടം. ആളുകളുമായി ഇടപെടാതെ ഒറ്റയ്ക്ക് അവനവന്റെ കാര്യങ്ങൾ നോക്കി അല്ലെങ്കിൽ പള്ളികളിൽ ആരാധനാക്രമങ്ങൾ വളരെ കൃത്യമായി പങ്കെടുത്ത് മറ്റു പൊതുകാര്യങ്ങളും ഇടപെടാത്ത വിശ്വാസികളെക്കാൾ കൂടുതൽ അല്ലാഹുവിന് ഇഷ്ടം ആളുകളുമായി ഇടപെടുന്ന ആളുകളെ. അങ്ങനെ ഇടപഴകുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. കാട്ടിൽ പോയി അല്ലെങ്കിൽ പ്രത്യേക ബ്രഹ്മചര്യം അനുസരിച്ച് ജീവിക്കുന്നതിന് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ആളുകളുടെ പ്രശ്നങ്ങൾ അറിയാത്ത, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത, അവരോട് സംസാരിക്കാത്ത ഒറ്റയ്ക്കുള്ള ഒരു ദൈവവിശ്വാസം ഒരിക്കലും അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തന്നെയാണ്. നമുക്കറിയാം, അത്തരം ആളുകൾ ഏറ്റവും പുണ്യകരമായ പ്രവർത്തനം ചെയ്യുന്നതായിട്ടാണ് സമൂഹത്തിൽ അറിയപ്പെടുന്നത്. പക്ഷേ ഇസ്ലാം അതിനെ നിരോധിക്കുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ട് ആളുകളോട് ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് സമൂഹത്തിലെ നിർധനരായ, രോഗികളായ, കഷ്ടപ്പെടുന്ന ആളുകളുടെ മുമ്പിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകുക. ഈ പാലിയേറ്റീവ് കെയറിൽ നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യും. ചിലപ്പോൾ നമുക്ക് ശാരീരികമായ നമ്മുടെ പ്രസൻസ് അവിടെ എത്തിക്കാൻ നമുക്ക് പറ്റുകയുണ്ടാവില്ല. ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടെ മറ്റു കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സന്ദർഭങ്ങൾ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് സാധിക്കാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നടക്കുന്ന സംഘങ്ങൾ, ആ സംഘങ്ങൾക്ക് സാമ്പത്തികമായ ഒട്ടേറെ ബാധ്യതകളുണ്ട്. അവർക്ക് നൽകേണ്ട മരുന്നും അതുപോലെ തന്നെ മറ്റു ഒരുപാട് തരത്തിലുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ സാമ്പത്തിക ചെലവുകളുണ്ട്. അവരെ നമുക്ക് സഹായിക്കാവുന്നതാണ്. നമ്മുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങൾ നാം ഏർപ്പെടുവാൻ ശ്രമിക്കുക. ഈ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെയൊക്കെ തന്നെ പ്രദേശങ്ങളിൽ നടക്കാൻ, അവിടെ ജാതി മതവും ഒന്നും തന്നെ നമ്മൾ നോക്കേണ്ടതില്ല. ഈ മനുഷ്യൻ എന്ന പരിഗണനയാണ് അത്തരം മേഖലകളിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ള ചിന്താഗതിയുള്ള വിശ്വാസികളായി തീരുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുവാനാണ്. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങൾ, കുറ്റങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുവാനാണ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷിക്കുവാനാണ്. നമ്മിൽ നിന്ന് വിവിധങ്ങളായ രോഗങ്ങൾ പിടിപെട്ട ആളുകൾക്ക് അല്ലാഹു എത്രപ്പെട്ട നസീബ് നൽകി അനുഗ്രഹിക്കുവാനാണ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുവാനാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اصرف عنا عذاب